നിയമത്തിൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. God for us. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുതിയ നിയമത്തിൽ ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുക. ദൈവം നമ്മോടുകൂടെ. എന്നാൽ ഈ സഭായുഗത്തിൽ God for us അല്ല, God with us അല്ല, God in us. God in us. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയില്ലേ? പരിശുദ്ധാത്മാവ് എന്താണ് ചോദിക്കുന്നവരോട്? ഒറ്റ വാക്കിൽ നമ്മുടെ മറുപടി, തൃത്വത്തിൽ മൂന്നാമനായവൻ ഈ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നു. തമ്പുരാൻ ഇറങ്ങി വന്നാൽ എന്നാ സംഭവിക്കുന്നത്? സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സീനായി പർവ്വതത്തിൽ തമ്പുരാൻ ഇറങ്ങിയപ്പോൾ സീനായി പർവ്വതം വിറയ്ക്കാൻ തുടങ്ങി. 114 സങ്കീർത്തനക്കാരൻ വിളിച്ചു ചോദിക്കുന്നു, ഹേ പർവ്വതമേ, നീ മുട്ടാടിനെ പോലെ ആടുന്നതെന്ത്? പർവ്വതത്തിൽ തമ്പുരാൻ ഇറങ്ങിയപ്പം പർവ്വതം കുലുങ്ങിയെങ്കിൽ 37.4 കിലോ ഇല്ലാത്ത നമ്മുടെ മേൽ തമ്പുരാൻ ഇറങ്ങി വരുമ്പോൾ നമ്മൾ കുലുങ്ങുന്നതിന് എന്നാ സാധിച്ചത്? നിങ്ങൾ 110 കിലോ ഉണ്ടെങ്കിലും ഈ അത്യന്ത ശക്തി എന്ന രാത്രിയിൽ നിങ്ങളുടെ മൺകൂടാരത്തിൽ വ്യാപരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടങ്ങിയിരിക്കാൻ കഴിയില്ല. നിങ്ങൾ അറിയാതെ ചലിക്കുവാൻ ആരംഭിക്കും. കേബിൾ ഭാരമുള്ള കൂറ്റൻ ജനറേറ്ററുകൾ, വലിയ കോൺക്രീറ്റ് ഇട്ട് വലിയ നട്ടും ബോൾട്ടും ഇട്ട് ഉറപ്പിച്ചിരിക്കുന്ന കാണാം. പക്ഷെ അതിനകത്തൂടെ ഇലക്ട്രിസിറ്റി വായുമ്പോൾ ഈ ജനറേറ്ററിൽ നിന്നും ഇറങ്ങുന്നത് കാണാം. ജനറേറ്ററോട് ചോദിക്കാൻ, നീ എന്താ ഈ കിടന്ന് അരയ്ക്കുന്നത്? നീ എന്താ അരയ്ക്കുന്നത്? ജനറേറ്റർ പറയും, എന്റെ അകത്തുകൂടെ വ്യാപരിക്കുന്ന ശക്തി എന്റെ തൂക്കത്തേക്കാൾ വലിയ ശക്തിയാണ്, എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. എത്ര വലിയ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയുവാൻ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. രക്തസാവക്കാരിയായ സഹോദരി 12 വർഷം വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ ഒരു ദിവസം ഒരു തീരുമാനത്തോടെ അവൾ വീട് വിട്ടിറങ്ങി. ആ തീരുമാനം എന്തായാലും നിങ്ങൾക്കറിയാമോ? എന്ത് വന്നാലും ഞാൻ യേശുവിനെ തൊടും. ഈ കൺവെൻഷന്റെ 1-ാം ദിവസം രാത്രിയിൽ പ്രാസംഗികരെ കാണുവാനല്ല, സംഘാടകരെ കാണുവാനല്ല, പ്രസംഗത്തിന് മാർക്കിടുവാനല്ല, യേശുവിനെ തൊടുവാൻ എത്ര പേർ വന്നിട്ടുണ്ട്? യേശുവിനെ തൊടുവാൻ എത്ര വരുന്ന രാത്രിയുടെ വന്നിട്ടുണ്ട്? യേശുവിനെ തൊടുവാൻ എത്ര വരുന്ന രാത്രിയുടെ വന്നിട്ടുണ്ട്? ഇലക്ട്രിസിറ്റി വായുന്ന ഈ വയർ ഇൻസുലേഷൻ ഉള്ളിടത്തോളം എടുത്ത് തോളയിലിട്ടാലും ഒരു കുഴപ്പമില്ല. ഇൻസുലേഷൻ മാറി തൊട്ട് നോക്കണം. തൊടല്ലേ, തൊട്ടാ വിവരം അറിയും. ഒരു വലിയ കൺവെൻഷന് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുക. അപ്പം ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ചെറിയ അറിയാതെ ഈ മൈക്രോവേണ തൊട്ടു. അതിലർത്ഥം ഉണ്ടായിരുന്നു, എർത്ത്. ഞാൻ അറിഞ്ഞില്ല. ഞാൻ സൂത്രത്തിലൊരു സ്തോത്രം പറഞ്ഞ് തലവെട്ടി. എൻ്റെ മുമ്പിൽ ഇരുന്ന് ആരും അറിഞ്ഞില്ല, പാസ്റ്റർമാരും അറിഞ്ഞില്ല. പക്ഷെ ഞാനൊന്നറിഞ്ഞു, എൻ്റെ മേൽ ശക്തി വ്യാപരിച്ചു. പെന്തക്കോസ്തുകാർ സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിക്കുന്ന സ്തോത്രമാണ്. സ്തോത്രം നമ്മൾ പെന്തക്കോസ്തുകാർ ഉറങ്ങി താഴെ വീണാലും എഴുന്നേറ്റ് വരുമ്പോൾ 2 സ്തോത്രം കൊണ്ട് വരത്തുള്ളൂ, അല്ലേ? അത് കേൾക്കുമ്പോഴേ അറിയണം അമ്മച്ചി 3-ാം സംഘത്തോളം എടുക്കപ്പെട്ടു വരിക. ഇവിടെ എല്ലാവരും ഉണർന്നിരിക്കാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ ശക്തിയോട് ഞാൻ പറയുന്ന സാരം ഇലക്ട്രിസിറ്റി വായുന്ന വയർ ഇൻസുലേഷനോടത്തോളം തൊട്ടാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇൻസുലേഷൻ മാറ്റി തൊട്ട് നോക്കണം. ഇവരെ മതി. ഇതിനായി ഞാൻ പറഞ്ഞെന്നറിയാമോ? തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നത് ഇന്ന് രാത്രിയുടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വാസത്തിന്റെ കരങ്ങൾ നീട്ടി നീ അവനെ തൊടുക. നിന്റെ അടുത്തിരിക്കുന്ന സഹോദരി അറിയത്തില്ല, നിന്റെ മേൽ വിടുതൽ വ്യാപരിക്കും, വിടുതൽ വ്യാപരിക്കും, വിടുതൽ വ്യാപരിക്കും. നിന്റെ അടുത്തിരിക്കുന്ന സഹോദരി അറിയത്തില്ല, നിന്റെ മേൽ സൗഖ്യം വ്യാപരിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയുടെ ഉണ്ട്. അവന്റെ കരത്തിന്റെ സ്പർശനം നീ അനുഭവിക്കുക. മൗനമായിരിക്കരുത്. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക.
വേദഭാഗം വായിച്ചപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ, അവൾ ഉറച്ചുകൊണ്ട് നിന്നു. ഞാൻ കർത്താവിനെ ചോദിച്ചു, കർത്താവേ, അവൾ ഉറയ്ക്കുവാൻ കാര്യമെന്താണ്? ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, മകനെ, അവൾ എന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് ഡുനാമിസ് ആയിരുന്നു. ഡുനാമിസ് എന്ന പദത്തിൽ നിന്നാണ് ഡൈനാമിക് എന്ന പദം ഉണ്ടായത്. ഡൈനാമിക് എന്താ നിങ്ങൾക്കറിയാം? പാറയെ തകർക്കുന്ന ശക്തിയാണ് ഡൈനാമിക്. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞു, അവൾ എന്നെ തൊട്ടപ്പോൾ അവളിൽ വ്യാപരിച്ചത് പാറയെ തകർക്കുന്ന ശക്തിയെക്കാളും വലിയ ശക്തിയായിരുന്നു. ആ ശക്തി അവിടെ മൺകൂടാരത്തിൽ വ്യാപരിച്ചപ്പോൾ അവൾ കടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. പാറയെ തകർക്കുന്ന വലിയ ശക്തിയുടെ വ്യാപനം. ഇന്ന് രാത്രി വരെ നിന്റെ അകത്തി പരിശുദ്ധാത്മ ശക്തിയില്ലെങ്കിൽ അലറി കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ ശക്തിയാലെന്ന് നിറയ്ക്കണം, ഈ ശക്തിയാലെന്ന് നിറയ്ക്കണം. എന്നെ മാത്രമല്ല, ഒരു തലമുറയിൽ നിന്റെ ആത്മാവിനെ അതുപോലെ കൈകൾ ഉയർത്തിയ ശക്തി പറഞ്ഞു, ഉയരത്തിന് ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ നഗരത്തിൽ പാർക്കുകയും. ഉയരത്തിൽ ആ ശക്തി വരുന്നത് ഉയരത്തിൽ ഇരിക്കുന്നവനാ തരുന്നേ, ഉലകത്തിലുള്ളവനല്ല. പ്രവാചക വരണ്ടീനായ ഏലിയാവ് എലീശയോട് ഒരിക്കൽ ചോദിച്ചു, ഞാൻ നിങ്ങൾ എടുത്തു കൊള്ളപ്പെടും മുമ്പ് ഞാൻ നിനക്ക് എന്ന് പറഞ്ഞാട്ടെ എന്ത് ചെയ്തു തരണം? കാരണം എലീശയുടെ മറുപടി എന്തായിരുന്നു? നിന്റെ പ്രസംഗവരം എനിക്ക് തരും, അതാണ് പറഞ്ഞത്. നിന്റെ പ്രവചനവരം തരും, അതാണ് പറഞ്ഞത്. അല്ല, അദ്ദേഹം പറഞ്ഞു, അച്ചായൻ്റെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് അച്ചായൻ്റെ വ്യാപരിക്കുന്ന ആത്മാവിലേക്ക് ശക്തി എന്ന് പറഞ്ഞാൽ ഏലീശയ്ക്ക് അറിയാം, ഇതുണ്ടോ അതെല്ലാം നടക്കും. പൈസ ആത്മാവുണ്ടോ, അന്യഭാഷയുണ്ട്, ആത്മാവുണ്ടോ, പ്രവചനമുണ്ട്, ആത്മാവുണ്ടോ, വിടുതലുണ്ട്, ആത്മാവുണ്ടോ, രോഗശാന്തിയുണ്ട്. ഈ രാജ്യത്തിന്റെ മേൽ ദൈവാത്മാവുണ്ടെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ചെയ്ത സകല പ്രവർത്തിയും നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പോരാ 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 പോരാ, ശക്തിയോടെ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശ്രദ്ധിക്കണമേ, ആരാണ് ഏലിയാവ്? ഏലിയാവ് ആരാണ്? ഞാൻ പറയാം. ഒറ്റ പ്രാർത്ഥനയാൽ മഴമേഘത്തെ തടയുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ കർമ്മേലിന്റെ കൊടുമുടിയിൽ തീയിറക്കുന്നവൻ, ഒറ്റ പ്രാർത്ഥനയാൽ ശവത്തെ ജീവിപ്പിക്കുന്നവൻ. ഹല്ലേലൂയ. ഞാൻ പറയുന്നവല്ലോ മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ദൈവത്തിന്റെ തീ ഇവിടെ ഇറങ്ങുമെന്നാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഴ ഊസ്റ്റലിൽ പെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ നിർജീവമായി കിടക്കുന്ന അനേക ജീവച്ഛവങ്ങൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരും. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ നമുക്കിന്നും പ്രസംഗികന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്, വിമർശകന്മാരുണ്ട്, നിരൂപകന്മാരുണ്ട്. എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടത് പ്രാർത്ഥിക്കുന്നവരെയാണ്, കരയുന്നവരെയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, 100 പ്രസംഗികന്മാർ ഇവിടെ ഒന്നിച്ചു കൂടിയാൽ സാത്താന് പേടിയില്ല. 1000 എഴുത്തുകാർ ഇവിടെ ഒന്നിച്ചു കൂടിയാൽ പിശാചിന് ഭയമില്ല. 5000 വിമർശകന്മാർ ഇവിടെ ഒന്നിച്ചു കൂടിയാലും പിശാചിന് ഭയമില്ല. പ്രാർത്ഥിക്കുന്ന 10 ദൈവമക്കൾ എവിടെ ഒന്നിച്ചു കൂടുമോ സാത്താന് ഭയമാണ്. പ്രാർത്ഥിക്കാനാണോ ദൈവരീതിയാണ്. ഒറ്റ പ്രാർത്ഥനയാൽ ശവത്തെ ജീവിപ്പിക്കുന്ന, ഒറ്റ പ്രാർത്ഥനയാൽ തീയറക്കുന്ന, ഒറ്റ പ്രാർത്ഥനയാൽ മഴ പെയ്യിക്കുന്ന ഏലിയാവിന് ആത്മാവിനെ തരുവാൻ അധികാരമില്ലെങ്കിൽ ആർക്കുണ്ട് അതിന് അധികാരം? ഇവിടെ ആർക്കും അധികാരമില്ല. എന്നാൽ അധികാരമുള്ള ഒരുവൻ ഇന്ന് രാത്രിയോടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് ദാഹമുണ്ടോ? നിനക്ക് വാഞ്ചയുണ്ടോ? ഈ രാത്രി ദൈവം തന്നെ ആത്മാവിനാൽ നിന്നെ നിറച്ചു വിടും. അത്രയുള്ള ശക്തിയോടെ ദൈവത്തിന്റെ സ്തോത്രം. മനസ്സില്ലാത്തവനെ, താല്പര്യമില്ലാത്തവനെ ആത്മാവിനെ നിറയ്ക്കാൻ, ആത്മാവിനാൽ നിറയ്ക്കാൻ ഏത് കെട്ടിക്കെട്ടിയ പ്രവാചകൻ നോക്കിയാലും നടക്കില്ല. പണ്ടൊരിക്കലും വിരളിക്കാളയ്ക്ക് മരുന്ന് കുടിക്ക് കൊടുക്കാൻ ഒരു വൈദ്യനെ കൊണ്ടുവന്നതാണ്. ഒരു കാളയ്ക്ക് വിരളി പിടിച്ചു, ഒരു വിധത്തിലും മരുന്ന് കുടിക്കുന്നില്ല. ഒരു വിദഗ്ധനായ വൈദ്യം പറഞ്ഞു, ഞാൻ മരുന്ന് കൊടുക്കാറ്. അതെന്നാ എന്നറിയാമോ? ഒരു സൈക്കിൾ ട്യൂബ് മുറിച്ചിട്ട് ട്യൂബിൻ്റെ ഒരു വശം കാളയുടെ വായിലോട്ട് കയറ്റി